ഒന്നാമത്തെ ചോദ്യം ഇന്റിജർ ടൈപ്പിൽ ഒന്നാമത്തെ ചോദ്യം ഫോർ ഓൾ n belongs to natural and 10 raised to n plus 3 into 4 raised to n plus 2 plus 5 is divisible by വളരെ സിമ്പിൾ ആണ്. n-ന് 1 കൊടുക്കാം, അപ്പൊ ഒരു നമ്പർ കിട്ടും, അതിന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. n-ന് 2 കൊടുക്കുക, അതിന് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. വേണമെങ്കിൽ n-ന് 3 വരെ കൊടുക്കാം, ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. ഇത് ഡിവിസിബിലിറ്റി നിങ്ങൾ കൊടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിവിസിബിൾ ബൈ 3 ആണെന്ന് കിട്ടും. 3 വിൽ ബി ദി ആൻസർ. ഓക്കെ ആണല്ലോ? 3 ആയിരിക്കും ആൻസർ കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ അതിൽ വേണമെങ്കിൽ ഞാൻ ഹിന്റും കൂടെ പറയാം. n 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 63 ആണ്. ഈ 63 എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ ഏതൊക്കെയാണ്? 7 ആണ്, ഡിവിസിബിൾ ബൈ 3 ആണ്. n-ന് 2 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 873 ആണ്. ആ 873 ഡിവിസിബിൾ ബൈ 3 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ രണ്ടിലും കോമൺ ഡിവിസിബിലിറ്റി ഉള്ള ആൾ ആരാണ്? 3 ആണ്. അതുകൊണ്ട് ദാറ്റ് എക്സ്പ്രഷൻ ബൈനോം എന്താ പറയാ, ഈ ഒരു 10 raised to n plus 3 into 4 raised to n plus 2 5 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ ആണല്ലോ? നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം പറയുന്നത് എന്താ? ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ പോസിറ്റീവ് റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ √11 x raised to log x raised to log x base to 11 equal to x square. ഇതിനെ ഞാൻ രണ്ട് ഭാഗത്തും log 11, അതായത് log to the base 11 രണ്ട് ഭാഗത്തും അപ്ലൈ ചെയ്യാണ്. ലെഫ്റ്റിലും അപ്ലൈ ചെയ്യുന്നു, റൈറ്റിലും അപ്ലൈ ചെയ്യുന്നു. ലോഗിന്റെ റൂൾ പ്രകാരം ഇതിനെനിക്ക് log 11 √11 പ്ലസ് log 11 x raised to log 11 എഴുതാം. എഴുതിക്കൂടെ? ഈക്വൽ ടു ഇവിടെ ഈ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ റൂൾ പ്രകാരം ഫ്രണ്ടിക്ക് വരും 2 log x raised to 2 log x to base 11 ആയിട്ട് മാറും. ഇത് ആക്ച്വലി √11 എന്ന് പറഞ്ഞാൽ 11 raised to half ആ. ഈ ഹാഫ് ഫ്രണ്ടിക്ക് ചാടും, ഹാഫ് log 11 ബേസ് 11 ആയിട്ട് മാറും. ഇവിടെ ഈ log x to the base 11 എന്ത് ചെയ്യും? ഫ്രണ്ടിക്ക് ചാടുമ്പോ log x to the base 11 into log x to the base 11 ആയിട്ട് മാറും. അത് 2 log x 11 ആയിട്ട് മാറും. ഓക്കെ അല്ലെ? ഈ log x base 2, അപ്പൊ നമുക്ക് ഇതിന് എന്ത് എഴുതാൻ പറ്റും? 1/2 അല്ലെ? കാരണം log 11 to 11 1 ആയി പോകും. ഇത് ആക്ച്വലി log x to the base 11 all square ആയിട്ട് മാറും is equal to 2 log x to the 11 ആയിട്ട് മാറും. ഞാൻ ഈ log x to base 11 ഒരു t കൊടുത്താൽ ഹാഫ് പ്ലസ് ടി സ്ക്വയർ ഈക്വൽ ടു 2t സ്ക്വയർ is equal to 2t എന്ന് കിട്ടും. കിട്ടൂലേ? നമ്മൾ ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷനോട്ട് കൊണ്ടുപോകുമ്പോൾ 2t സ്ക്വയർ മൈനസ് 4t പ്ലസ് 1 is equal to 0 എന്ന് കിട്ടും അല്ലേ? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻസിൽ നമുക്കറിയാം ഇതിന്റെ സൊല്യൂഷൻസ് t1 t2 ആണെങ്കിൽ സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറയുന്ന t1 പ്ലസ് t2 ഫോർമുല എന്താണ്? മൈനസ് ബി ബൈ എ ആണ്. പഠിക്കണം കേട്ടോ. t1 പ്ലസ് t2, t1 t2 ആണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സ് എങ്കിൽ t1 പ്ലസ് t2 മൈനസ് ബി ബൈ എ ആണ്. മൈനസ് ബി ബൈ എ 4/2 വരും. ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ആണല്ലോ? അതിൽ t1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം log ഓഫ് x1 to the base 11 ആണ്. t2 എന്തായിരിക്കും? log ഓഫ് x to the base 11 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 കിട്ടും. ആണല്ലോ? അപ്പൊ ഇവിടുന്ന് log x1 x2 to the base 11 is equal to 2 എന്ന് കിട്ടും. x1 x2 എന്ന് പറഞ്ഞാൽ 11 2യുടെ പവറിലോട്ട് പോകും. 2 raised to ഈ x1 x2 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? ഈ 11ന്റെ പവറിലോട്ട് 2 വരും. 11 സ്ക്വയർ ആയിട്ട് മാറും. 11 സ്ക്വയർ is equal to 121 കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിന്റെ പോസിറ്റീവ് റൂട്ട്സിന്റെ പ്രൊഡക്റ്റ് ആ ചോദിച്ചത്. x1 x2 നമ്മൾ പോസിറ്റീവ് റൂട്ട്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ x1 into x2 is equal to 121 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഈ t1 log x1 to base 11 മനസ്സിലായല്ലോ? t2 x log x2 to the base 11 മനസ്സിലായല്ലോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? കാരണം മനസ്സിലായില്ലേ? കാരണം നമ്മൾ ഇവിടെ കൊടുത്തത് എന്താ? t is equal to log x to the base 11 ആ കൊടുത്തത്. അപ്പൊ t1 ആകുമ്പോൾ ഇവിടെ x1 ആകും, t2 ആകുമ്പോൾ x2 ആകും. ദാറ്റ്സ് അബൌട്ട് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം എടുക്കാം. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇതിലെ മൂന്നാമത്തെ ചോദ്യമാണ്. ഇഫ് ദ എക്സ്പാൻഷൻ x cube minus 1/x all raised to n, the sum of the coefficient of x raised to 5 and x raised to 10 is 0. അപ്പൊ നമ്മൾ ഇതിന്റെ ജനറൽ ടേം കാണണം. tr+1 കാണണം. tr+1 ഫോർമുല അറിയാലോ? tr+1 ഫോർമുല NCR x a raised to x cube raised to n minus r minus 1/x square raised to r. ഇതാണ് അതിന്റെ ജനറൽ ടേം അല്ലെ? ആ ജനറൽ ടേമിനെ മക്കൾ സിംപ്ലിഫൈ ചെയ്യുമ്പോ നിങ്ങൾക്ക് -1 raised to r എന്ന് കിട്ടും. പിന്നെ കൂടെ NCR ഉണ്ടാകും. എക്സിന്റെ പവേഴ്സ് ഇവിടെ 3n minus r ഉണ്ട്, ഇവിടെ സ്ക്വയർ r ഉണ്ട്. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3n minus 5r എന്ന് കിട്ടും. ഇതാണ് എക്സ്പാൻഷന്റെ ജനറൽ ടേം എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? നിങ്ങളോട് പറഞ്ഞത് കോഎഫിഷ്യന്റ് ഓഫ് x raised to എത്രയാണ്?
എന്നെ തന്നിട്ടില്ലല്ലോ, ഇല്ല. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 5, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 5 കിട്ടണം, വേണ്ടേ? എക്സ് റേസ് ടു 5 കിട്ടണമെങ്കിൽ നമുക്കറിയാം ഈ 3n-5 എന്ത് കൊടുക്കണം? 5 കൊടുക്കണം, വേണ്ടേ? വേണ്ടേ? അപ്പൊ ഇവിടുന്ന് 3n-5 ഈക്വൽ ടു 5r കിട്ടും. r is equal to 3n-5/5 ആയിട്ട് മാറും നമ്മൾ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എടുക്കുമ്പോൾ. നമുക്കിനി എക്സൈസ് ടു 5ന്റെ എക്സൈസ് ടു 10ന്റെ കോഎഫിഷ്യന്റ് ആണ് വേണ്ടതെങ്കിൽ ഈ ജനറൽ ടേം കിട്ടിയിട്ടുള്ള എക്സിന്റെ പവർ ആയിട്ടുള്ള 3n-5r 10 എന്ന് കൊടുക്കണം. അവിടെ നമുക്ക് എന്ത് കിട്ടും? r is equal to 3n-10/5 കിട്ടും, അല്ലേ? അപ്പൊ നമുക്കറിയാം ആ രണ്ട് കോഎഫിഷ്യന്റുകളും കൂട്ടുമ്പോൾ, അതായത് എക്സൈസ് ടു 5ന്റെ കോഎഫിഷ്യന്റ് വരിക n-c, r എന്തായിട്ട് മാറും? ഒരു മിനിറ്റ്, അവിടെ -1 raised to r അല്ലേ? -1 raised to -1 second. അപ്പൊ നമുക്ക് കൊടുത്തു നോക്കിയാലോ? നമ്മൾ 6 കൊടുത്തു നോക്കുമ്പോൾ എന്താ വരിക? n-c 3n-5/5 അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെയോ അടുത്ത എന്താ? n-c 3n-10/5 വരൂല്ലേ? രണ്ട് കോഎഫിഷ്യന്റ് അല്ലേ? ഇത് സബ്ട്രാക്ട് ചെയ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. എന്തുകൊണ്ടാണ് അവിടെ സബ്ട്രാക്ഷൻ വരുന്നത്? ശരിക്കും പ്ലസ് അല്ലേ? വൈ ഇറ്റ് ഈസ് സബ്ട്രാക്ഷൻ എന്നുള്ളത് ആലോചിക്കണേ. അപ്പോ n-c 3n-5/5 ഒന്നാമത്തേണ്ടത്, -n-c 3n-10/5 രണ്ടാമത്തത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് ഒന്നാമത്തതിന്റെ കോഎഫിഷ്യന്റ് ആണ്, ഇത് രണ്ടാമത്തതിന്റെ കോഎഫിഷ്യന്റ് ആണ്. ക്ലിയർ അല്ലേ? ഇത് അപ്പുറം പോകുമ്പോൾ എന്തായിട്ട് മാറി? n-c 3n-5/5 is equal to n-c 3n-10/5 ആയിട്ട് മാറും. നിങ്ങൾ ബൈനോമിയൽ തിയറത്തിൽ പഠിച്ചിട്ടുണ്ടാകും. ഈ കേസ് നടക്കണമെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ n കിട്ടണ്ടേ? അപ്പൊ നമുക്ക് പറയാം 3n-5/5 3n-10/5 കൂടെ കൂട്ടുമ്പം എന്ത് കിട്ടണം? n കിട്ടണം. മക്കൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. n is equal to 15 എന്ന് കിട്ടും. കിട്ടൂലേ? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? മൂന്നാമത്തെ ടേമിന്റെ കോഎഫിഷ്യന്റ്. എന്താ മൂന്നാമത്തെ ടേം? T3 അല്ലേ വരിക? T3 നിങ്ങൾ അപ്ലൈ ചെയ്യണം. T3 എന്ന് പറയുന്ന കേസിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് n-15 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 15c2 into x raised to 35 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? T3 വരുമ്പോൾ R2 ആണ് വരിക. അപ്പൊ ഇവിടെ -1 raised to 2 പോസിറ്റീവ് ആയിട്ട് പോകും. NCR എന്താകും? 15c2 ആകും. ഇവിടെ 3 into n 45 ആണ്. R2 ആയതുകൊണ്ട് 45 - 10 എന്ത് വരും? 35 വരും. സോ 15c2 into x raised to 35 ആണ് ആൻസർ. ഈ 15c2 എന്ന് പറഞ്ഞാൽ 135 ആണ്. 135 x raised to 35. That will be the answer. Clear ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നാലാമത്തെ ചോദ്യം. എന്താ നാലാമത്തെ ചോദ്യം? Let k is a positive integer such that 336 plus k, 300 plus k, 596 plus k are the squares of the three consecutive terms of an AP. ഒരു APയുടെ 3 consecutive terms എപ്പോഴും നമ്മൾ എടുക്കാറുള്ളത് a minus d, a and a plus d ആണ്, അല്ലേ? ഇവരുടെ ഈ a minus d, a, a plus d എപ്പോഴും എടുക്കാറുള്ളത് ഈ ഒരു 3 consecutive terms പറയുമ്പോൾ നോർമലി എടുക്കാറുള്ളത് a minus d, a plus d എന്നാണ്. ഈ 3 കേസുകളെ നമ്മൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ, അതായത് അല്ല സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ അല്ലേ, അവരുടെ സ്ക്വയേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അതായത് a minus d-യുടെ ഹോൾ സ്ക്വയർ ആണ് 36 plus k, അല്ലേ? a സ്ക്വയർ ആണ് 300 plus k. ക്ലിയർ അല്ലേ? അതേപോലെ a plus d-യുടെ സ്ക്വയർ ആണ് എന്ത്? 596 plus k ആണല്ലോ. ഫൈൻ. ഓക്കെ ഫൈൻ. നമുക്ക് നോക്കാം. ലിസൺ ടു മീ ഹിയർ. നമുക്ക് ഇവിടുന്ന് എക്സ്പാൻഡ് ചെയ്തൂടെ? ഒന്നാമത്തെ കേസിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, അതായത് a minus d ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം a സ്ക്വയർ -2ad plus d സ്ക്വയർ, അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 36 plus k എന്ന് കിട്ടും, അല്ലെ? രണ്ടാമത്തെ a സ്ക്വയർ ഈസ് ഈക്വൽ ടു, അതിനൊന്നും ചെയ്യാനില്ല. മൂന്നാമത്തേന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a സ്ക്വയർ +2ad plus d സ്ക്വയർ ഈസ് ഈക്വൽ ടു 596 plus k വരൂലേ? നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ
1 ആയിട്ടും ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും ഇക്വേഷൻ നമ്പർ 3 ആയിട്ടും കൊടുക്കാം. കൊടുത്തൂടെ? ഇക്വേഷൻ നമ്പർ 2 എന്ന് ഇക്വേഷൻ നമ്പർ 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 എന്ന് 1 സബ്ട്രാക്ട് ചെയ്യും. ഒരു മിനിറ്റ് ചെറിയ കൊടുത്തതിൽ ചെറിയൊരു മാറ്റം. നമ്മൾ എക്സ്പാൻഷൻ ചെയ്തത് കൊടുക്കാം. ഇത് സെയിം ആയി പോയില്ലേ? കൊടുക്കുമ്പോൾ ഒരു മിനിറ്റ് ട്ടാ. അപ്പൊ എ സ്ക്വയർ മൈനസ് ഇത് നമുക്ക് 1 എന്ന് കൊടുക്കാം. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 300 നമുക്ക് 2 എന്ന് കൊടുക്കാം. ഇതിനെ നമുക്ക് 3 എന്ന് കൊടുക്കാം. ഇപ്പോൾ ക്ലിയർ ആണല്ലോ? നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ 2 എന്ന് 1 സബ്ട്രാക്ട് ചെയ്യാൻ പോവാ. 2 എന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ 2 എന്നും ഈ 1 സബ്ട്രാക്ട് ചെയ്യും. ഈ എ സ്ക്വയറും ക്യാൻസൽ ആയി പോകും. പിന്നെ ഇവിടെ ഉണ്ടാവുക 2AD മൈനസ് ഡി സ്ക്വയർ. കുറച്ച് നോക്കണേ. ഈ 300Kയിൽ നിന്ന് 300 പ്ലസ് കെയിൽ നിന്ന് 526 പ്ലസ് കെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കിക്കൂടെ? എന്താ വരിക? 1 മൈനസ് നമ്മൾ എന്താ ചെയ്യുന്നത്? 1 മൈനസ് 2 അല്ലേ? 2 മൈനസ് 1 ആണല്ലേ? 300 എന്ന് 36 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 264 കിട്ടും. ദാറ്റ്സ് അബൌട്ട് 2AD മൈനസ് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 264. ഞാൻ അതിന് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൺസിഡർ ചെയ്തു. അതേപോലെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 നിന്ന് ഇക്വേഷൻ നമ്പർ 2 സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഇക്വേഷൻ നമ്പർ 3 നിന്ന് ഇക്വേഷൻ നമ്പർ 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 3 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഈ എ സ്ക്വയറും ക്യാൻസൽ ആക്കും. ബാക്കി എന്താ ഉണ്ടാവുക? 2AD പ്ലസ് ഡി സ്ക്വയർ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു പിന്നെ 3 മൈനസ് 2 അപ്പൊ സബ്ട്രാക്ട് 3 മൈനസ് 2. അപ്പൊ ഇവിടെ കെയും കെയും ക്യാൻസൽ ആയപ്പോൾ ബാക്കി 296 ഉണ്ടാവും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. അപ്പൊ നമുക്ക് 4 കിട്ടി. 2AD മൈനസ് ഡി സ്ക്വയർഡ് 2AD മൈനസ് ഡി സ്ക്വയർഡ് is equal to 264. 2AD plus d square is equal to 296. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. നിങ്ങൾ ഈ 5 6 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ 2AD ക്യാൻസൽ ആയി പോകും അല്ലെ? 5 6 അല്ല, 5 മൈനസ് 4 ചെയ്യുമ്പോൾ ഈ 2ADയും ക്യാൻസൽ ആയി പോകും. ഡി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ 2D സ്ക്വയർ വരുന്നു. 296 264 കുറയ്ക്കുമ്പോൾ 32 ആയിട്ട് മാറും. ഡി സ്ക്വയറിന്റെ വാല്യൂ 16 കിട്ടും. D is equal to 4 കിട്ടും. ഓക്കെ ആണല്ലോ? ഈ D is equal to 4 എന്ന സംഭവം നമുക്ക് ഈ ഇക്വേഷനിലോട്ട് കൊടുത്തൂടെ? 4ാമത്തിലോട്ട് കൊടുത്തൂടെ? അപ്പൊ എന്താ വരിക? 8A ആയിട്ട് മാറും അല്ലെ? കാരണം D 4 അല്ലേ? മൈനസ് 16 വരും. ഈക്വൽ ടു 264. 8D ഈക്വൽ ടു 280. D ഈക്വൽ ടു 280/8 വരിക. 4 ഇൻറ്റു 8 ഒന്നുകൂടി നോക്കട്ടെ. നമ്മൾ 4 കൊടുക്കുമ്പോൾ 2D എത്ര? 4 ആണ്. അപ്പൊ 8A വരും. 2 ഫൈൻ. Minus 16 is equal to 64. 264 280. 280/80. 280/80 is equal to 140/4 ആണ്. 140/4 എന്ന് പറയുമ്പോൾ 35 കിട്ടും. D is equal to 35 കിട്ടും. D അൽഫ A ആണ്. മാറി പോകുന്നത്. A is equal to 35 കിട്ടും. D ഓൾറെഡി കിട്ടിയല്ലോ, 4 ആണല്ലോ. A is equal to 35 കിട്ടി. A 35 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് കെയുടെ വാല്യൂ എന്താ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? കെ കാണാനല്ല ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. A is equal to നമ്മൾ എഴുതിയിട്ടുണ്ട്. A square is equal to 300 plus K എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇക്വേഷൻ നമ്പർ 2 അല്ലെ? അതിൽ നിന്ന് K നിങ്ങൾക്ക് കാണാം. K is equal to A square minus 300. A എന്ന് പറഞ്ഞാൽ 35ന്റെ സ്ക്വയർ. 35ന്റെ സ്ക്വയർ മൈനസ് 300. 35ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1225 ആണ്. അതിൽ നിന്ന് 300 സബ്ട്രാക്ട് ചെയ്യുന്നു. You be getting 925 will be the answer. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. 3 കോൺസെപ്റ്റുവൽ ടേംസ് ആകുമ്പോൾ AP കൺസിഡർ ചെയ്യേണ്ടത് അവരുടെ സ്ക്വയറുകൾ. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് ഡിയും എയും കണ്ടിട്ട് നമ്മൾ കെയിലോട്ട് അപ്ലൈ ചെയ്യും. ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പോണത് 5ാമത്തെ ചോദ്യത്തിലേക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ,